കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പലതരത്തിലുള്ള പ്രക്ഷോഭം, ഇപ്പോൾ ലണ്ടനിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഒക്കെ വലിയ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ സർക്കാരുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അവിടെയുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ ഈ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തരത്തിൽ പ്രതിഷേധത്തിലേക്ക്, നിരത്തിലേക്ക് ആളുകൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. ജിംസാദ്, ഏത് തരത്തിലായിരിക്കും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ആളുകളെ ഉൾപ്പെടെ ബാധിക്കുക? നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്ന യു കെയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആൻറ്റി ഇമിഗ്രേഷൻ റാലിയുടെ പശ്ചാത്തലത്തിലായിരിക്കും. അവിടെ യു കെയിൽ മാത്രമല്ല, ഇപ്പോൾ കാനഡയിൽ, യു എസിലൊക്കെ ഇങ്ങനത്തെ റാലികൾ നടക്കാറുണ്ട്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങൾക്കും പലതരം കാരണങ്ങളുണ്ട്, കോമൺ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ കാനഡയിൽ നോക്കുകയാണെങ്കിൽ, കാനഡ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വിസയൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു അനുഭവം നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടാവും. അവർ പറയുന്നത് വെച്ചാൽ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ നാട്ടിൻപുറത്തെ ബസ്സിൽ പോകുന്ന ഫീലൊക്കെയാണ്. ആ ബസ് മുഴുവൻ മലയാളികളായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും. അങ്ങനെ ഒരു ഫീലായി. കാരണം അത്രയധികം ഇൻഫ്ലക്സ് ആണ് ഈ സ്റ്റുഡൻസ് വിസയിൽ വരുന്ന ആളുകളുടെ. ഇത് അവിടെ ലോക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ റെൻറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നു, താമസിക്കാൻ സ്ഥലം കിട്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളെ ഹയർ ചെയ്തിട്ടില്ല, വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ട് ആ സിറ്റിയിൽ ഇപ്പോൾ അക്കോമഡേഷൻ സ്ഥലം വേണമല്ലോ. ഇപ്പോൾ ഒരു സിറ്റിയിലാണ് ഒരു യൂണിവേഴ്സിറ്റി എങ്കിൽ ആ സിറ്റിയിൽ ഇത്ര അധികം ആൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണ്ടേ. അങ്ങനെയുള്ള മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വശത്ത് റെൻറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നു. ഇത് ആ ഒരു എക്കണോമിക് പ്രശ്നമാണ്. റെൻറ്റിന് വാടകയ്ക്ക് വീട് കിട്ടാണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ അതിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം, കേരളത്തിലേക്ക് നോർത്ത് ഇന്ത്യയിൽ കുറേ അധികം അതിഥി തൊഴിലാളികൾ വരുവാണ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരെന്ത് വാടകയ്ക്കും വീട് വാടക എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആളുകൾക്കും വാടക ആക്സസിബിൾ അല്ലാണ്ടായി മാറും. ഒറ്റ ഉദാഹരണം പറയാം, ഈ മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലം, ഇതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ വാടക ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം മീഡിയ വൺ തുടങ്ങിയതിന് ശേഷം അത് ഹൈ ഷൂട്ടപ്പ് ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം എന്താവും, ഈ പ്രദേശത്തുള്ള ആൾക്ക് വീട് വാടകയ്ക്ക് മേടിക്കുമ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് അതിൽ നിന്ന്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ റേസിസം എന്നൊരു പ്രശ്നം. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ യു കെയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, കാനഡയിലാവട്ടെ, പാശ്ചാത്യരെ സംബന്ധിച്ച് ഈ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ആളുകളെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വിസിബിളി തന്നെ വേറെ ആളുകളാണ്. ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ഇമിഗ്രൻറ്റിനെ പോലെ വിസിബിളി തന്നെ വേറെ ആളുകളാണ്. അവരുടെ കൾച്ചർ വേറെയാണ്, ഭാഷ വേറെയാണ്, വസ്ത്രം വേറെയാണ്, ആചാരങ്ങൾ വേറെയാണ്, ഫുഡ് വേറെയാണ്, എല്ലാം വേറെയാണ്. അതുണ്ടാക്കുന്ന ഒരു തരം അസ്വസ്ഥതയുണ്ട്. കാരണം ഇത് എന്താണ്, അവരുടെ ഒരു മുഖ്യധാര കൾച്ചറിലേക്ക് അവർ ലയിച്ച് ചേരുന്നില്ല എന്നൊരു ഫീൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. മറ്റൊന്ന്, ഈ നിലനിൽക്കുന്ന റേസിസം, നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഇത് വലിയ തോതിലുള്ള ജനരോഷമായിട്ട് നമ്മളിപ്പോൾ കാനഡയിലാണെങ്കിലും യു കെയിലായിട്ടും കാണുന്നത്. ഇപ്പോൾ യു കെയെ സംബന്ധിച്ചാണെങ്കിൽ യു കെക്ക് സവിശേഷമായ ഒരു അഭയാർത്ഥി കുടിയേറ്റ പ്രശ്നമുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 2016 അവിടെ ബ്രെക്സിറ്റ് നടപ്പാക്കി. അതിനു മുമ്പ് യു കെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ ഒരു കൺട്രിയായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുമ്പോൾ എന്താണ്, ബോർഡറുകൾ തുറന്നു വയ്ക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗമായിട്ടുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും ആർക്കും ഏത് യൂറോപ്യൻ അംഗരാജ്യത്തും പോകാം, അവിടെ ജോലി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുടിയേറ്റം നോക്കിയാലും ഇമിഗ്രേഷൻ നോക്കിയാലും ഇനി അസൈലം സീക്കേഴ്സായിട്ട് വരുന്ന, അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുടെ എണ്ണം നോക്കിയാലും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടിക പരിഗണിക്കുമ്പോൾ യു കെ ആദ്യത്തെ 10 രാജ്യങ്ങളുടെ സ്ഥാനത്ത് പോലും ഇല്ല. അതായത് കുടിയേറ്റത്തിന് വേണ്ടി ആളുകൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ യു കെ ഇല്ല. താരതമ്യേന കുറവാണ് അവിടെ. അപ്പോൾ 2016 മുമ്പുള്ളൊരു സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് യു കെയിലെ ഈ അൺസ്കിൽഡ് ജോലികൾ ചെയ്യാൻ, അവിദഗ്ധ തൊഴിലുകൾ ചെയ്യാൻ ആളുകൾ വന്നിരുന്നത് പ്രധാനമായും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നാണ്. ഇപ്പോൾ 2004 നമ്മൾ കൃത്യ ഡേറ്റ് ഓർമ്മയില്ല, 2004 മറ്റോ ആണ് കുറേ അധികം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ അംഗം വന്നു. ഉദാഹരണത്തിന് പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ, റൊമാനിയ, അങ്ങനെ തുടങ്ങിയ കുറേ അധികം രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് ഈ അവിദഗ്ധ തൊഴിലാളികൾ ധാരാളമായി യു കെയിലേക്ക് കുടിയേറി. അപ്പോൾ അവർ കാഴ്ചയിൽ പാശ്ചാത്യരാണ്, വെള്ളക്കാരാണ്, അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ അവരോടുള്ള അസംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, ഇവർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇവർ ഹാർഡ് വർക്കേഴ്സാണ്. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ, പ്രത്യേകിച്ചും പോളണ്ടുകാർ ഹാർഡ് വർക്കേഴ്സിന് അവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. 8 മണിക്കൂർ ജോലി, ബാക്കി സമയം വിശ്രമം എന്നുള്ള ഒരു പരമ്പരാഗത യു കെ സ്റ്റൈൽ അവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. അവർ 12 മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ്, എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ശമ്പളം കുറച്ച് മേടിച്ചാലും കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇത് ഈ യു കെയിലെ അവിദഗ്ധ തൊഴിലാളികൾക്ക് ഇവരോടുള്ളൊരു പ്രശ്നത്തിന് കാരണമാകുന്നു. ഇവർ വരുന്നതോടുകൂടി നമുക്ക് കൂടുതൽ ജോലി ഭാരം കൂടുന്നു, ശമ്പളം കുറയുന്നു, അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ. മറ്റൊന്ന്, അവരുടെ തന്നെ കൾച്ചറിലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോളണ്ടുകാരുടെ ഭക്ഷണ രീതി,
അവരുടെ ഒരു സാമൂഹിക ഘടന, എന്താണ് സോഷ്യൽ ബിഹേവിയർ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പൊതുവെ നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി മാന്യന്മാർ എന്നാണ് പറയുക. ഇപ്പോൾ പോളിഷുകാർ കുറേ കൂടി ലൗഡായിട്ട് സംസാരിക്കുന്ന, അവരുടെ കമ്മ്യൂണിറ്റികൾ കുറേ കൂടി ലൗഡാണ്, അവരുടെ ഭക്ഷണ രീതി മറ്റൊന്നാണ്, പിന്നെ കുറേ കൂടി ആൽക്കഹോളിക്കൊക്കെയാണ്. അവർ പരസ്യമായിട്ട് മദ്യപിക്കുന്നതിൽ അത് പ്രശ്നമില്ല അവർക്ക്. ഇവരും മദ്യപിക്കുമെങ്കിൽ പോലും അത്തരം മദ്യപാനങ്ങൾ ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ക്ലാഷ്, ഒരു ഫിക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പക്ഷേ അത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള ആൻറ്റി ഇമിഗ്രേഷൻ ഇതിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ ബ്രെക്സിറ്റ് നടക്കുന്ന സമയത്ത്, ബ്രെക്സിറ്റിൻ്റെ സമയത്ത് UK പല നഗരങ്ങളിലും ഈ ഗ്രഫിറ്റികൾ ഉണ്ടായിരുന്നു. പോളണ്ടുകാർ രാജ്യം വിടുക, അവരെ ഇവിടുന്ന് ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഗ്രഫിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബ്രെക്സിറ്റ് കഴിഞ്ഞു, UK അതിൻ്റെ ബോർഡറുകൾ അടച്ചു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് ആളുകൾക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ തിരിച്ചു പോവുകയോ പിന്നെ വരാതാവുകയോ ചെയ്തുകൂടി ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ വിദഗ്ധ തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അപ്പോഴാണ് UK എന്ത് ചെയ്യുന്നത്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ആളുകൾ വരുന്നു, വിദഗ്ധരുമായി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സ് അവിടെ വരുന്നു, അവർ ജോലി എടുക്കുന്നു. അപ്പോൾ മുമ്പ് ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ ആളുകളെ കണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നവരാണ്. ഇപ്പം അന്ന് അവർ വൈറ്റ് ആളുകളാണ്, ഈ പോളണ്ടുകാരും റൊമേനിയക്കാരൊക്കെ വൈറ്റാണ്. ഇപ്പോൾ വരുന്നവരാണ് ബ്രൗൺ നിറമുള്ള ഈ ആളുകളാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു അസ്വസ്ഥതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനിടയിൽ ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ വല്ലാണ്ട് ശല്യമായിട്ടുള്ളൊരു മാധ്യമങ്ങൾ ഞാൻ പറയുന്നത് ടാബ്ലോയിഡുകൾ എന്ന് പറയുന്നത്, മഞ്ഞപ്പത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന ടാബ്ലോയിഡുകൾ ധാരാളമുള്ള, അതിന് കുറേ റീഡേഴ്സുള്ള സ്ഥലമാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ അസൈലം സീക്കേഴ്സായിട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായിട്ട് പലരും വരുന്നുണ്ട്. അതിലിപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ളവരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങൾ, നൈജീരിയക്കാരുണ്ട്, അങ്ങനെ പല രാജ്യക്കാരുമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പെയിനാണ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനിയാണ് അവരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ അസൈലം സീക്കേഴ്സ് സ്വീകരിക്കുന്ന ഒരു സ്ഥലം. UK അതിലൊക്കെ വളരെ കുറവാണ്, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവരിത് ഈ മഞ്ഞപ്പത്രങ്ങൾ ഇതിനങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നു. പ്രത്യേകിച്ചും ഫ്രാൻസ് വഴി UK വന്നിട്ടുള്ള ഈ അസൈലം സീക്കേഴ്സ് ബോട്ട് വഴിയാണ് വന്നത്. അപ്പോൾ സെൻഡ് ദ ബോട്ട്സ് ബാക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. ബോട്ട് വഴി വരുന്ന അസൈലം സീക്കേഴ്സിനെ തിരിച്ചയക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ, അസൈലം സീക്കേഴ്സായിട്ട് ഈ യൂറോപ്പിലെ ഏത് രാജ്യങ്ങൾ വന്നാലും, ഇപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ബ്രിട്ടീഷ് നിയമപ്രകാരം എന്താണ്, ഈ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് അവർക്ക് താൽക്കാലികമായി താമസ സൗകര്യം ഒരുക്കണം, അവർക്ക് ജോലി കിട്ടുന്നവരെ, ജോലിയാവുന്നവരെ എന്ത് ചെയ്യണം, അവർക്ക് നിശ്ചിത തുക കൊടുക്കണം. അപ്പോൾ ഇവർ ഇത്ര ആളുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ നഗരങ്ങളിലേക്കും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണത് ഡിസ്പേഴ്സ് ചെയ്യുക ആളുകളെ. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അവർ താമസിപ്പിക്കില്ല. അപ്പോൾ ഇവർ ചെല്ലുന്ന താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കുന്നില്ല, അവരെ ഹോട്ടലിൽ താമസിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ടാക്സ് മണിയാണ് എന്നൊരു പ്രചാരണം. ഈ പ്രചാരണം നടന്നത് പ്രധാനപ്പെട്ട ഈ മഞ്ഞപ്പത്രങ്ങളാണ്. അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർ ഈ ഒരു സാധാരണ ബ്രിട്ടീഷുകാരനെ സംബന്ധിച്ച് പത്രം തുറന്നു കഴിഞ്ഞാൽ ലോകത്തുനിന്ന് മുഴുവൻ ബോട്ടിൽ കയറിയ ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വരുവാണ്, നമ്മുടെ രാജ്യം കൈവിടാൻ പോകുകയാണെന്നൊരു ഫീൽ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഏറ്റവും കുറച്ച് അഭയാർത്ഥികൾ വരുന്നു, ഏറ്റവും കുറച്ച് ഇമിഗ്രേഷൻ നടക്കുന്ന രാജ്യങ്ങളൊന്നാണ് UK. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് UK വളരെ കുറവാണ്. പക്ഷേ ആളുകളുടെ ഫീൽ എന്താണ്, ഇവരൊക്കെ ഇങ്ങോട്ട് വരുവാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 75% വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ബാക്കി 25% എന്തുള്ളത്, ഈ ഇന്ത്യക്കാരും ബ്ലാക്സും എല്ലാ മറ്റ് റേഷ്യൽ വിഭാഗങ്ങളും ഉള്ളത്. അപ്പോഴും അവർ ഫീൽ എന്താണ്, ഇത് മൊത്തം അവർ കൈയടക്കാൻ പോകുന്നു, മൊത്തം പ്രശ്നമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കൾച്ചറൽ ഗ്യാപ്പ്, അതൊരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ മുമ്പ് ഒരു ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ട്യൂബ് എന്ന് പറയുന്ന അവിടുത്തെ മെട്രോയിൽ ഒരു സൗത്ത് ഏഷ്യക്കാരിയായ, എനിക്ക് തോന്നുന്നു തമിഴ്നാട് സ്വദേശിയായ ഒരു യുവതി കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, വളരെ വൈറലായൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കൾച്ചറൽ ഗ്യാപ്പിൻ്റെ പ്രശ്നം ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ മണം അവർക്കത് പറ്റില്ല. നമ്മുടെ ഭക്ഷണം നമുക്ക് വളരെ സ്വാദിഷ്ടവും ആ മണം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്കത് പറ്റണമെന്നില്ല. നമ്മുടെ പല സോഷ്യൽ ബിഹേവിയറും അവർക്ക് സ്വീകാര്യമേ അല്ല. സോഷ്യൽ ബിഹേവിയർ മാത്രമല്ല, നമ്മുടെ കൾച്ചർ. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് ഒരു ബ്രിട്ടീഷിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടക്കും. ഇതൊന്നും ബ്രിട്ടീഷ് കൾച്ചറല്ല, ഇതൊക്കെ ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരുവാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ മാരേജ് ബ്യൂറോ നടത്തി അറേഞ്ച് മാരേജ് നടത്തുകയാണ്, ഒക്കെ ഭയങ്കര മോശമാണ്. അതിൽ ഹിജാബ്, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രീസിൽ നിന്ന് വരുന്നവരുടെ ഹിജാബ്, ഹലാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും ബ്രിട്ടീഷ് വാല്യൂ അല്ല. ഇത് പുറത്താക്കണമെന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഇത് ആളിക്കത്തിക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞ മഞ്ഞപ്പത്രങ്ങളോടൊപ്പം തന്നെ റൈറ്റ് വിങ് പ്രൊപ്പഗൻഡയുണ്ട്. റൈറ്റ് വിങ് പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയുള്ളതാണ്. ഈ ആശങ്കയെ ഊതിപ്പെരിപ്പിച്ചാൽ വോട്ട് കിട്ടുമെന്ന് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അത്തരം ആശങ്ക ഊതിപ്പെരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത് എന്ത് ചെയ്യുന്നു, ഫാൻ ചെയ്ത് എല്ലായിടത്തേക്കും പടർത്തുകയാണ്. അപ്പോൾ ഈ ഫീലാണ് നമ്മൾ കണ്ട. ഏതാണ്ട് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതൊരു സൂചനയാണ്. അത് പലതരത്തിൽ ഈ
ഇമിഗ്രൻസിന് കൂടിയുള്ള ഇമിഗ്രൻസ് എന്ന് ഞാൻ പറയുന്നത് ഈ അസൈലം സീക്കേഴ്സ് അല്ല, ജോലി വിസയ്ക്ക് വേണ്ടി അവിടെ പോയി ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു സൂചന ഉണ്ട്. നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിലനിൽക്കുന്ന ഒരു കൾച്ചർ, ട്രഡീഷൻ, അതിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കാണുന്ന പല റീൽസിലും പലതരം പാരീസിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ അധികം ആൾക്കാർ കൂട്ടം കൂടി തേങ്ങ പൊട്ടിക്കുന്ന ഒരു സീൻ ഓർക്കുന്നുണ്ടോ? അതുപോലെ അങ്ങനെയുള്ള കുറേ അധികം റീൽസ് നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ മറ്റൊരു രാജ്യത്ത് പോയി പെരുമാറുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ നിന്ന് കുറേ അധികം ആളുകൾ ഇപ്പോൾ ഇന്ത്യ മോദിജി ആഗ്രഹിക്കുന്ന പോലെ വലിയ വികസിത രാജ്യമായി യൂറോപ്യന്മാരെന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വരുന്നത് കരുതുക. അവരോട് വന്നിട്ട് അവരുടെ യൂറോപ്യൻ കൾച്ചർ നമ്മുടെ റോട്ടിൽ കാണിച്ചാൽ നമുക്ക് അസ്വസ്ഥത വരില്ലേ? ആ ഒരു അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഇമിഗ്രൻസ് ആയിട്ട് അവിടെ പോകുന്ന ആളുകൾ, വിസ എടുത്ത് പോകുന്ന ആളുകൾ അത് സൂക്ഷിക്കുക. അങ്ങനത്തെ ഡിസ്കഷൻ ഈ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കുറച്ചുകൂടി ഈ ഗണേശ ചതുർത്ഥിയുടെയൊക്കെ പേരിലുള്ളൊരു അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള പരിപാടികളുടെ പേരിൽ അവർക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക എന്നുള്ളതൊരു മിനിമം സിവിക് സെൻസും മര്യാദയാണ്. അത്തരം ഒരു ബോധത്തിലേക്ക് ഇമിഗ്രൻസ് മാറാൻ ഇത്തരം റാലികൾ ഉപകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഇതിൽ രാജ്യങ്ങൾ തമ്മിലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല. ലോകത്താകമാനം റൈറ്റ് വിങ് ഐഡിയോളജി ഒരു വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ഈ പ്രൊട്ടസ്റ്റുകളെല്ലാം കാണുന്നത്. ഇന്ത്യയിൽ റൈറ്റ് വിങ് ആശയത്തിന് വലിയ സ്വീകാര്യത കിട്ടുകയും അതൊരു ഭരണകൂട രൂപമായി മാറുകയും ചെയ്തല്ലോ. പലയിടത്തും ആ റൈറ്റ് വിങ് ആശയങ്ങൾ വരുന്നു. നോക്കൂ, ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ഒരു സ്ഥിരതയില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് അമേരിക്ക പോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ഒരു തരത്തിലുള്ള അർഹതയില്ല എന്നുള്ള വാക്ക് തന്നെ പറയാം. അങ്ങനെയുള്ള എങ്ങനെയാണ് അതിലൂടെ വന്നത്? റൈറ്റ് വിങ് ആശയത്തോട്, ഇസ്ലാംഫോബിക് ആയിട്ടുള്ള ആശയത്തോട്, കുടിയേറ്റ വിരുദ്ധതയോട്, ഒപ്പം തന്നെ ഈ പറഞ്ഞ പലതരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടൊക്കെ ഒത്തിരുന്ന് പ്രത്യേക തരത്തിലുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ലോകത്ത് കിട്ടുന്നു എന്ന് കാണണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും, അതിപ്പോൾ UK യിലായാലും കൊള്ളാം, ഫ്രാൻസിലായാലും അല്ലെങ്കിൽ പറയുന്ന ഓസ്ട്രേലിയയിലായാലും സ്ലോവേക്കിയയിലായാലും എവിടെയായാലും ഇത്തരം പാർട്ടികളുടെ വോട്ട് ശതമാനം കൂടുന്നത് കാണുന്നില്ല. അത് അവിടെ ഉണ്ടാകുന്ന സ്വീകാര്യതയുടെ സംഗതിയാണ്. പല സർവേ റിപ്പോർട്ടുകളും പറയുന്നത് പണ്ട് 50-60 വയസ്സും കഴിഞ്ഞ അമ്മാവന്മാരും അമ്മായിമാരുമായിരുന്നു ഈ പറഞ്ഞ റേസിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടിയേറ്റ വിരുദ്ധരായിട്ടുള്ള ഇവരെല്ലാം പുറത്താക്കണം എന്നുള്ള ആശയമുള്ള നമ്മുടെ സംസ്കാരം ഇതാ പോയേ എന്ന് പറഞ്ഞ ആൾക്കാരെ എല്ലായിടത്തും കാണാമല്ലോ. ഓണം പണ്ടായിരുന്നു പറഞ്ഞ ആൾക്കാർ, അതുപോലുള്ള ആൾക്കാർ അവിടെയും പ്രായമുള്ളവരായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 16 മുതൽ മുകളിലേക്കുള്ള ചെറുപ്പക്കാരിൽ തന്നെ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ ഇവർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നുള്ള അഭിപ്രായം സർവേകളിൽ പങ്കുവയ്ക്കുകയാണ്. പക്ഷേ ഈ വരുന്ന ആൾക്കാർ വേണ്ടി നമ്മുടെ കൾച്ചറിനെ ഇല്ലാതാക്കുകയാണ്. എന്നും മാത്രമല്ല, ഇത് നമ്മുടെ കൾച്ചറിനെ കുറിച്ചുള്ള ടെൻഷൻ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക അതിനേക്കാൾ അപ്പുറത്ത് അവർ നമ്മളെ ആക്രമിക്കുമെന്ന ഭയപ്പാട് രൂപപ്പെട്ടു വരുന്നു അവിടെ പലയിടത്തും. അതാണ് ഇപ്പോൾ തന്നെ എലോൺ മസ്ക് എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിരിച്ചുവിടണം, അതിൻ്റെ കുടിയേറ്റ നയം കുഴപ്പമാണ്. ബ്രിട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സൗന്ദര്യം വരുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല, അവിടെ കൂടി ആൾക്കാർ കയറി വന്ന് അളിപിളിയാക്കി എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ ആക്രമണം നേരിടാം. ഇവിടെ അങ്ങനെയാണല്ലോ. ഇവിടെയും ഈ പറഞ്ഞ ഹെയ്റ്റ് ട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരേ നിറത്തിലുള്ള ഉൾപ്പെട്ട് വരുന്ന ചില ഹെയ്റ്റ് ട്യൂബേഴ്സ് ഉണ്ടല്ലോ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ അന്യരാണ്, അവർ നിങ്ങളെ ആക്രമിക്കും, അവരവിടെ പോയി ആക്രമണം നടത്തുന്നു, ഇവിടെ ആക്രമണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയപ്പാടുണ്ടാക്കുകയും അത്തർ എന്ന ഫീലും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോകത്തെല്ലായിടത്തും അതിനൊരു വേലിയേറ്റത്തിൻ്റെ സമയമാണ്. ആ വേലിയേറ്റ സമയം നമ്മളവിടെ കാണുന്നുണ്ട്. അത് അവിടെ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1.5 ലക്ഷം പേരാണ് അവിടെ പങ്കെടുത്തത്. അപ്പോൾ അത്രയും പേര് പങ്കെടുക്കുന്ന സംഘാടകർ പോലും വിചാരിച്ചില്ല. അതിന് കൗണ്ടറായിട്ടൊരു ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ 5000 പേര് പോലും വന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഈ റൈറ്റ് വിങ് ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിദേശീയതയ്ക്ക് അപരവിദ്വേഷത്തിന് വളരെ പെട്ടെന്ന് അതിന് പടരാൻ പറ്റും. അതിൻ്റെ ഒരു സാധ്യതയുള്ളൂ. കാരണം അതിന് മേലെ പണിയെടുക്കുന്ന ആളുകൾക്ക് അവർക്കൊട്ടും റെസ്പോൺസിബിൾ ആവേണ്ടതല്ല. അവർക്ക് എന്ത് നുണയും പറയാം. ഇപ്പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെ കൗണ്ടർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് നുണ പറയാൻ പറ്റില്ല. അവർക്ക് ഉത്തരവാദിത്തോടെ പെരുമാറാൻ പറ്റുള്ളൂ. അവർക്ക് ചില മൂല്യങ്ങളുണ്ട്, അതിനകത്ത് വർത്താനം പറയാൻ പറ്റും. മറ്റവർക്ക് മൂല്യങ്ങളില്ല. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് കോപ്പറേറ്റ് ചെയ്യുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സിന് മൂല്യങ്ങളില്ല. അവർക്ക് തുറന്ന് വെച്ചു ക്യാമറ ഓണാക്കി തുടങ്ങുമ്പോൾ എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം. അത് ആൾക്കാരെ സ്വാധീനിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മളെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നില്ലേ? ഇതേ സംഗതി അവിടെയുമുണ്ട്. അവിടെ ഒരാൾക്ക് ലീഡർ ആവണം തോന്നിയ റൈറ്റ് വിങ്ങിൻ്റെ പൊസിഷൻ പിടിക്കുക, ആഞ്ഞു പറയുക. അപ്പോൾ അതൊരു ഒരു സംഗതിയായിട്ട് മാറുന്നു. അങ്ങനെ മാറുന്നതിനിടയ്ക്ക് കാരണങ്ങളും ഉണ്ടാകുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെട്രോയ്ക്കകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രകടനം കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം പ്രശ്നമായിരിക്കും. നമ്മളിവിടെയും കാണുന്നില്ലേ? ഇവിടെ ഒരു KSRTC ബസ്സിൽ താടി വെച്ച ആൾ ഓടിച്ചു പോകുന്നു. അയാളുടെ തോർത്തയാൾ ഇവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അയാൾ ഒരു ഇസ്ലാമിക വസ്ത്രധാരി അയാൾ KSRTC ബസ് ഓടിക്കുന്ന ചൊല്ലി ഇവിടെ എന്തെല്ലാം ബഹളമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ വർഗീയവാദികൾ ഉണ്ടാക്കിയത്.
നമ്മുടെ മൈൻഡ് സെറ്റ് ആ നിലയ്ക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം നമുക്ക് പ്രശ്നമാണ്. ഇതൊരു കാര്യമാണ്. UK വളരെ തുറന്ന സമീപനമുള്ള രാജ്യമാണ്. അവിടെ ഒരുപാട് പേരുണ്ട്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ. ഇപ്പോൾ UK ഫ്രണ്ടില്ലാത്ത ഒരാളെങ്കിലും ഉണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും UK ഒന്നിലേറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്. അവിടെ ചെന്ന് പിന്നെ അവിടെ സമരങ്ങൾ പോലും അവിടെ കാണുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യന്മാരെ കാണുന്നു. അത് അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് മാറുകയാണ്. എന്തായാലും ഇത് ഞാൻ കാണുന്ന ഒരു സംഗതി എന്താ അറിയുമോ, ഇവിടെ നിന്ന് പോയിട്ടുള്ള പല ആൾക്കാരും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായ വംശീയതയാണ്, ഭയങ്കരമായിട്ടുള്ള റേസിസമാണ്, പോയിക്കളയാ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് പോയവരുണ്ട്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ കഥ, അവിടെ അതിനേക്കാളും വലിയ പട പേടിച്ച് പന്തളത്തിൽ നിന്ന് ഇപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് അടിസ്ഥാനപരമായി മനുഷ്യൻ നേരിടുന്ന ഒരു വംശീയത എന്ന് പറയുന്ന പ്രശ്നമാണ്. അതിന് എവിടെയൊന്നും ഒരു മോചനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മനുഷ്യർക്ക് ഇതിൻ്റെ ഒരു വേലിയേറ്റം കഴിഞ്ഞ് താഴെ വരും കേട്ടത്. ഇപ്പുറത്ത് നോക്കൂ, ആ രാജ്യത്ത് ആ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഈ ഇന്നും നടക്കത്തില്ല. ഇവിടെ വരുന്നവന്മാരെ ഇവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുക, കുടിയേറ്റത്തിൽ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമീപനം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യാനും അവിടെ ആൾക്കാരുണ്ട്. അവരിലാണ് പ്രതീക്ഷ എന്ന് ഞാൻ പറയും.